ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ വീണ്ടും ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് MPFI എല്ലാവരും കേട്ടിട്ടുണ്ടാവും. MPFI എന്ന് പറയുന്ന സിസ്റ്റം മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാം സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ, ഇപ്പോൾ ബൈക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിളായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ സിലിണ്ടറിൽ എങ്ങനെ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യാം, അല്ലാച്ചെങ്കിൽ സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതേവരെ ജസ്റ്റ് ഇതായിട്ട് വന്നിട്ടുള്ളൂ. ഒരു ഇഞ്ചക്ടർ വെച്ചിട്ടുള്ള ഇഞ്ചക്ഷൻ. ഇത് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അഥവാ മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളാണെങ്കിൽ മൾട്ടിപ്പിൾ ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നു, അതാണ് ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MPFI വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, MPFI വരുന്നതിനാളും മുമ്പ് കാർബറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. കാർബറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതൊരു മെക്കാനിക്കൽ ഡിവൈസാണ്. അപ്പോൾ പലപ്പോഴും സ്പീഡ് കൺട്രോള്, ഫ്യൂൽ എഫിഷ്യൻസി, പൊല്യൂഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ MPFI സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, പവർ ഔട്ട്പുട്ട് കൂടുതലാണ്, അതേമാതിരി ത്രോട്ടിൽ റെസ്പോൺസ്, അതായത് നമ്മൾ ആക്സിലേറ്റർ അമർത്തി വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്ന ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കൂടുതലാണ്. അതേമാതിരി ബെറ്റർ കമ്പഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ജ്വലനം നടക്കും. അതേമാതിരി തന്നെ വളരെ കാർബറേറ്റർ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് പൊല്യൂഷൻ കുറവാണ്, മലിനീകരണം കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ MPFI സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇതാണ് ഒരു MPFI സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം വരുന്നത്. സിമ്പിളായിട്ടുള്ള ഡയഗ്രാം ആയിട്ട് കണക്കാക്കുമ്പോൾ, ഇപ്പോൾ അതിൽ ഫ്യൂവൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്ക്. MPFI എല്ലാം വരുന്നത് പെട്രോളിലാണ് വരുന്നത്. മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വരുന്നത് പെട്രോളിലാണ്. ഇതിൻ്റെ തന്നെ നമ്മൾ ഡീസൽ ഇഞ്ചക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് CRDI എന്ന് പറയാം, കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അത് നമുക്ക് വേറൊരു ഇതായിട്ട് ടോപ്പിക്കായിട്ട് എടുക്കാം. ഇപ്പോൾ MPFIയുടെ ബേസിക് പാർട്സിൽ ഫ്യൂവൽ സപ്ലൈ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്കാണ്. ഫ്യൂവൽ ടാങ്കിന് ശേഷം ഫ്യൂവൽ പമ്പ്, അത് ടാങ്കിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ടൈപ്പ്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഫ്യൂവൽ പമ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫ്യൂവൽ പമ്പ്, പ്രൈമറി പമ്പ് എന്ന് ചിലപ്പോൾ പറയും. ആ പ്രൈമറി പമ്പിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് നമ്മുടെ ഫ്യൂവൽ റെയിലിലേക്ക് ഫ്യൂവൽ എത്തിക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ പമ്പിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഫ്യൂവൽ പമ്പ് ടാങ്കിൽ ഇമ്മേഴ്സ്ഡ് ആയിരിക്കും. കാറിലൊക്കെ ആണെങ്കിൽ കാറിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് ഫ്യൂവൽ ടാങ്ക് വരുന്നത്, ബാക്ക് സീറ്റിൻ്റെ താഴെയായിട്ടാണ് ഫ്യൂവൽ ടാങ്ക് വരുന്നത്. അതിൽ തന്നെ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള പമ്പാവും ഉണ്ടാവുക. ഈ പമ്പിൻ്റെ കൂടെ ഫ്യൂവലിൻ്റെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രത്തോളം ഫ്യൂവൽ അവശേഷിക്കുന്നുണ്ടെന്നുള്ള ഫ്യൂവൽ മീറ്റർ ഉണ്ടല്ലോ, ഫ്യൂവൽ മീറ്ററിൽ അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഫ്യൂവലിൻ്റെ ഫ്ലോട്ട്. അത് ഈ പമ്പിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്യൂവൽ പമ്പ്, അതിനുശേഷം ഫ്യൂവൽ ഫിൽറ്റർ, ചെറിയ ഫ്യൂവലിൽ എന്തെങ്കിലും കരടുകളോ മറ്റുള്ളതോ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂവൽ ഫിൽറ്റർ ഉണ്ടാവും. അതിനുശേഷം ഇതൊരു ഫ്യൂവൽ റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിലുള്ള ഒരു പൈപ്പ് മാതിരിയുള്ളതായിരിക്കും. അപ്പോൾ ആ പൈപ്പ് മാതിരി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ പൈപ്പിൽ ഒരു പർട്ടിക്കുലർ പ്രഷർ ബിൽഡ് ചെയ്യും. ഇപ്പോൾ ഈ പമ്പ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പ്രഷർ ബിൽഡ് ചെയ്താൽ മാത്രമാണ് ആ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ സ്പ്രേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്യൂവൽ റെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡീസലിലാണെങ്കിൽ കോമൺ റെയിൽ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു വേറെ ഇതാണ്. ഇത് MPFIയിലാകുമ്പോൾ പ്ലാസ്റ്റിക് റെയിലാണ് കാണാറ്. ഓക്കെ, അവിടെ നിന്ന് ഈ ഫ്യൂവൽ റെയിലിൽ നിന്നാണ് ഇഞ്ചക്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഫ്യൂവൽ റെയിലിൻ്റെ ഒരു അറ്റത്തായിട്ട് ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൽവ് ഉണ്ടാവും. ആ പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂവൽ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യുന്ന, നമ്മുടെ മാനുഫാക്ചറർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രഷറിലേക്ക് ഈ ഫ്യൂവൽ ലൈനിലെ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ ലൈനിൽ നിന്ന് ആ വാൽവ് തുറക്കുകയും ഫ്യൂവൽ ലൈനിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ഫ്യൂവൽ ചെന്നിട്ട് ടാങ്കിൽ ചെന്ന് വീഴുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്ന ഇത് ചെയ്തിട്ടുള്ളത്. ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ ആ റിട്ടേൺ ലൈനിൽ കൂടെ ടാങ്കിലേക്ക് ഈ റെഗുലേറ്റർ വാൽവ് തുറന്നിട്ട് ഇതിലെ ഫ്യൂവൽ റെയിലിലെ പ്രഷർ ഒരു പരിധിനാൾ കൂടുതലാകുമ്പോൾ നേരെ ഫ്യൂവലിൻ്റെ റിട്ടേൺ ലൈൻ അപ്പുറത്ത് പോയിട്ട് ഫ്യൂവൽ അതിലേക്ക് റിട്ടേൺ ആവുന്നു. അങ്ങനെയാണ് വരുന്നത്. ഈ ഇഞ്ചക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ECU ആണ്. ഏത് ഇഞ്ചക്ടർ എപ്പോൾ
ഇഞ്ചെക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ECU ആണ്. ECU അതിന് വേണ്ടിയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൻ്റെയും ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്നുള്ള ഡീറ്റെയിൽ എടുത്തിട്ടാണ് ഏത് ഇഞ്ചക്ടർ ഫയർ ചെയ്യണം, ഏത് ഇഞ്ചക്ടർ ഇഞ്ചെക്റ്റ് ചെയ്യണം എന്നുള്ള ഡാറ്റ എടുക്കുന്നത്. അതേമാതിരി ഇഞ്ചക്ഷൻ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നത് ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെയും ഓക്സിജൻ സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഒക്കെ നോക്കിയിട്ടാണ് എത്ര എമൗണ്ട് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനമെടുക്കുന്നത്. ഇതാണ് MPFI സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാം വരുന്നത്. ഇത് നമ്മുടെ നിമിയുടെ ടെക്സ്റ്റിലുള്ള MPFI സിസ്റ്റത്തിൻ്റെ ഡയഗ്രാമാണ്. നിങ്ങൾ റെക്കോർഡിലൊക്കെ വരയ്ക്കേണ്ടത് ഈ ഒരു ഡയഗ്രാമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ മാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. അവിടെ പെട്രോൾ ടാങ്കാണ്, പെട്രോൾ അവിടെ നിന്ന് വരുന്നു. ഇലക്ട്രിക് ഫ്യൂവൽ പമ്പ് കഴിഞ്ഞിട്ട് ഫിൽറ്റർ കഴിഞ്ഞിട്ടാണ് ഫ്യൂവൽ റെയിലിലേക്ക് വരുന്നത്. ആ ഫ്യൂവൽ റെയിലിൽ നിന്ന് താഴേക്ക് ഇഞ്ചക്ടറിലേക്കുള്ള സപ്ലൈ വരുന്നു, ഇഞ്ചക്ഷൻ നടക്കുന്നു. ഈ ഫ്യൂവൽ റെയിലിനോട് ചേർന്നിട്ടാണ് പ്രഷർ റെഗുലേറ്റർ നേരത്തെ പറഞ്ഞത്. അതാണ് റിട്ടേൺ ലൈനിലേക്ക് തിരിച്ചു പോകും. പ്രഷർ കൂടണമെങ്കിൽ റിട്ടേൺ ലൈനിലേക്ക് തിരിച്ചു പോകും. അതുപോലെ തന്നെ ഈ കാണുന്നത് എയർ ഇൻടേക്ക്, എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിൽ കൂടെ എയർ കടന്നിട്ട് ത്രോട്ടിൽ ബോഡി കൂടെ കടന്നിട്ടാണ് വരുന്നത്. അതിലേക്കാണ് നമ്മുടെ ഫ്യൂവൽ ഇവിടെ നിന്ന് തുടങ്ങി. ഫ്യൂവൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ വന്ന് ഈ റെയിലിൽ കൂടെ ഈ ഇഞ്ചക്ടറിൻ്റെ സപ്ലൈ ലൈനിൽ കൂടെ വന്ന് ഇഞ്ചക്ടറിൽ വന്ന് ഇഞ്ചക്ഷൻ നടക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഇഗ്നീഷൻ കൺട്രോൾ ചെയ്യുന്നതിനും ECMനാണ് ഇത് വരുന്നത്. സ്പാർക്ക് കൊടുക്കുന്നു, ഇവിടെ പവർ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെല്ലാം സെൻസേഴ്സിൻ്റെയും ഡയഗ്രാം കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗം കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇതിൽ അടുത്തൊരു പോർഷനിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഐഡിൽ സ്പീഡ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗം ഐഡിൽ സ്പീഡ് ആക്ച്വേറ്റർ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടെമ്പറേച്ചർ സെൻസർ മൗണ്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കാണുന്നത് ലാംഡ സെൻസർ അഥവാ O2 സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെൻസേഴ്സ് ഉണ്ട്, ഇത് ആ ടെക്സ്റ്റിലുണ്ട്. എല്ലാവരും ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് MPFI സിസ്റ്റത്തിലെ മേജർ കമ്പോണൻസ്. അതായത് ഈ MPFI ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, മൾട്ടിപോർട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ എയർ ഇൻടേക്ക് സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യണം. അതേമാതിരി ഫ്യൂവൽ ഡെലിവറിനും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾഡാണ്. അപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ഒന്ന് നമ്മുടെ എയർ ഇൻടേക്കിൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഫ്യൂവൽ ഡെലിവറിയുടെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതെങ്ങനെ വരുന്നത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. അപ്പോൾ എയർ ഇൻടേക്ക് സിസ്റ്റം, എയർ ഫിൽറ്റർ കഴിഞ്ഞിട്ട് എയർ ഇൻടേക്കിലെ പൈപ്പുകളിലൂടെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എയർ കടന്നു വരുന്നു. അത് നോർമലായിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആക്സിലറേറ്ററൊക്കെ അമർത്തുമ്പോൾ ഈ എയർ ഇൻടേക്കിന് ശേഷം ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ത്രോട്ടിൽ ബോഡിയിൽ ഒരു ബട്ടർഫ്ലൈ വാൽവാണ് വെച്ചിരിക്കുന്നത്. കാർബറേറ്ററിലെ വെഞ്ചുറിയിലുള്ള മാതിരിയുള്ള ഒരു ബട്ടർഫ്ലൈ വാൽവ്. ആ ബട്ടർഫ്ലൈ വാൽവ് എന്തിനാണെന്ന് വെച്ചാൽ അതാണ് എത്രത്തോളം എയർ ഉള്ളിലേക്ക് കടക്കണം. നമുക്കിപ്പോൾ ആക്സിലറേഷൻ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ അമർത്തുന്നു, അതിനനുസരിച്ച് ഈ ബട്ടർഫ്ലൈ വാൽവ് കൂടുതൽ തുറക്കുന്നു, കൂടുതൽ എയർ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രോട്ടിൽ വാൽവുള്ള അല്ലെങ്കിൽ ആ ബട്ടർഫ്ലൈ വാൽവുള്ള ഭാഗം MPFIയിൽ ത്രോട്ടിൽ ബോഡി എന്ന് പറയും. ഈ ത്രോട്ടിൽ വാൽവിൻ്റെ തൊട്ടപ്പുറത്താണ് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്ന് പറയുന്നത്. അതായത് ആക്സിലറേഷൻ്റെ റേറ്റ് എത്രത്തോളം വേണം അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഐഡിൽ എയർ കൺട്രോൾ വാൽവ്. ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ എൻജിൻ ഓൺ ആയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 1000 RPM ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എൻജിൻ ഐഡിൽ ചെയ്യുക എന്ന് പറയാം. ആ സമയത്ത് ത്രോട്ടിൽ പൊസിഷൻ വാൽവ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എൻജിൻ സ്പീഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് എൻജിനിലേക്കുള്ള എയർ ഇൻടേക്ക് വരുന്നത് ഈ ഐഡിൽ എയർ കൺട്രോൾ വാൽവിൽ കൂടെയാണ്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സെൻസറുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് ECM വാഹനം ഇപ്പോൾ ഐഡിലാണ്, വണ്ടി ന്യൂട്രലായിട്ട് ഐഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് കണ്ടാൽ ഈ ഐഡിൽ കൺട്രോൾ വാൽവിനെ തുറന്നതിന് ശേഷമാണ് എയറിനെ ബൈപ്പാസ് ചെയ്തിട്ട് എൻജിനിലേക്ക് എയർ കൊടുക്കുന്നത്, ഇഗ്നീഷന് വേണ്ടിയിട്ട്, കമ്പഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് താഴെ കാണുന്ന ഫിഗർ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ, മൾട്ടി പോയിൻ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിരുന്നു. ഇതിപ്പോൾ സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ യുഗം കഴിഞ്ഞതിന് ശേഷം വന്ന ടൈപ്പ്
ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഈ സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ. അതായത് ഇൻടേക്ക് മാനിഫോൾഡ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് ഒരൊറ്റ ഇഞ്ചക്ടർ വെച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാർബറേറ്ററിന് പകരം ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ടറാണ്. മറ്റേതാണെങ്കിൽ കാർബറേറ്ററാണ്, മെക്കാനിക്കലായിട്ടുള്ള കാർബറേറ്ററാണ് ഫ്യൂൽ സപ്ലൈ കൊടുത്തിരുന്നതെങ്കിൽ ഇതിൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ടർ, ഒരൊറ്റ ഇഞ്ചക്ടർ വെച്ചിട്ട് ത്രോട്ടിൽ ബോഡിക്ക് മുമ്പ് തന്നെ, ത്രോട്ടിൽ വാൽവിന് മുമ്പായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു. അത് ഏത് സിലിണ്ടറിലാണോ സക്ഷൻ നടക്കുന്നത് ആ ഭാഗത്തേക്ക് വലിച്ചു പോയിട്ട് കമ്പഷൻ നടക്കുന്നു. സിംഗിൾ പോയിൻ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയും. അതേസമയം അതിൻ്റെ ഇമ്പ്രൂവ്ഡ് ഇതാണ് മൾട്ടി പോയിൻ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയാം. മൾട്ടി പോയിൻ്റ് ഇഞ്ചക്ഷനിലെല്ലാം നമ്മുടെ ത്രോട്ടിൽ ബോഡിക്ക് ശേഷം ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ എൻഡിലായിട്ട്, ഇപ്പോൾ ഏകദേശം ഇൻടേക്ക് വാൽവിൻ്റെ മേലേക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മൊമെൻറ്റിലുമുള്ള ചെറിയ ചെറിയ ചേഞ്ചസിനനുസരിച്ച് വരെ ഫ്യൂവലിനെ പ്രിസൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ കൃത്യമായിട്ട് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക്, വാഹനത്തിന് മികച്ച മൈലേജ്, അതേപോലെ മികച്ച പവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ പറ്റും. അതേമാതിരി ചെറിയ എൻജിൻ കണ്ടീഷനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്ത് മാക്സിമം എഫിഷ്യൻസിയിൽ ബേൺ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി കിട്ടും. അതാണ് MPFIയുടെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇത് ഫ്യൂവൽ ഡെലിവറി സിസ്റ്റത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഫ്യൂവൽ പമ്പിനെ പറ്റിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. ഫ്യൂവൽ പമ്പിൽ ഉള്ളത് ഒരു ആർമേച്ചർ, നോർമൽ ചെറിയൊരു മോട്ടോർ തന്നെയാണ്, ഇലക്ട്രിക് മോട്ടോറുണ്ട്, അതിലൊരു ഇമ്പല്ലറുണ്ട്, ബ്രഷ്, ചെക്ക് വാൽവ് അങ്ങനെയുള്ളത്. അപ്പോൾ ECM എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ECM പവർ സപ്ലൈ ചെയ്തിട്ട് ECM ഏത് സമയത്താണോ ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കാറിലൊരു ചെറിയൊരു മൂളൽ കേൾക്കാം. അത് ഈ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെയാണ്. അത് ഇഗ്നിഷൻ കീ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് റെഡി ആവാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ടിങ്ങിന് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്ത് ആ ഫ്യൂവൽ ലൈനിൽ ഫ്യൂവൽ പ്രഷർ ആഡ് ചെയ്യുന്നതാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഏത് കണ്ടീഷനിലാണോ വാഹനമുള്ളത്, ഏതാണ് അടുത്ത കണ്ടീഷൻ വരാൻ പോകുന്നതിനുള്ള ഒരു ഇത് ECM ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഫ്യൂവൽ പമ്പിനെ ഒരു 2 സെക്കൻഡ് വർക്ക് ചെയ്യിക്കുന്നത്. ഫ്യൂവൽ ഡെലിവറി സിസ്റ്റത്തിന് നേരത്തെ ഒരു ഓവർവ്യൂ പറഞ്ഞ മാതിരി റെയിലിൽ വരുന്നതും തിരിച്ചു പോകുന്നതിനും സംബന്ധിച്ചുള്ളൊരു നോട്ട്സാണ് ഈ സ്ലൈഡിൽ ഇതാക്കിയിട്ടുള്ളത്. ഫ്യൂവൽ നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം ഫിഗർ തന്നെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ നേരത്തെ തന്നതാണ്. അടുത്തതായിട്ട് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റംസ് ആണ്. ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂവൽ ഡെലിവറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ, ഐഡിൽ സ്പീഡ് കൺട്രോൾ, ഫ്യൂവൽ പമ്പിൻ്റെ കൺട്രോൾ, ഇതെല്ലാം ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആണ്. അപ്പോൾ ഇതിനെല്ലാം ഓരോരോ കൺട്രോൾ സിസ്റ്റംസ് വെച്ചിരിക്കുകയാണ് ഓരോ ഡ്യൂട്ടിക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ECM നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ സെൻസേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻസേഴ്സിൽ നിന്നുള്ള ഡാറ്റ ECM റീഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഔട്ട്പുട്ട് കൊടുത്ത് ECM ഓരോരോ ഡ്യൂട്ടീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ അനലൈസ് ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എടുക്കുന്നതും എല്ലാം ഈ ഇലക്ട്രോണിക് മൊത്തത്തിൽ നമുക്കതിനെ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റത്തിനെ നമ്മൾ MPFIയിൽ 5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം, അതേമാതിരി തന്നെ 2 ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം, 3 ഫ്യൂവൽ പമ്പ് കൺട്രോൾ സിസ്റ്റം, 4 ഇഗ്നിഷൻ കൺട്രോൾ സിസ്റ്റം, 5 റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം. കാരണം ഈ 5 കൺട്രോൾ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് എൻജിൻ മാക്സിമം എഫിഷ്യൻ്റായിട്ട് പവർ ഔട്ട്പുട്ടും മൈലേജും തരുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് മാക്സിമം സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിലേക്ക് അടുപ്പിച്ച് എയർ ഫ്യൂവൽ മിക്സ്ചറിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടുള്ളത് ലക്ഷ്യം.
ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന് ഇപ്പോൾ ഓരോ എൻജിൻ ഡ്രൈവിംഗ് കണ്ടീഷൻസിനും എൻജിൻ കണ്ടീഷൻസിനും അനുസരിച്ച് നമ്മുടെ ECMൽ ഓരോ സെറ്റ് എയർ ഫ്യൂവൽ റേഷ്യോ സെറ്റ് ചെയ്ത് കാണും. അതായത് ECMലുള്ള സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ എൻജിനിപ്പോൾ സ്ലോ സ്പീഡിലാണ് ഇതാക്കുന്നത്, നല്ല ലോഡുണ്ട്, പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് എത്ര ഫ്യൂവൽ ആഡ് ചെയ്യണം, എത്ര എയർ ഫ്യൂവൽ മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ ECMൽ പ്രോഗ്രാം ചെയ്ത് കാണും. ആ പ്രോഗ്രാമിനാണ് മാപ്പ് എന്ന് പറയുക. ഓക്കെ, ഈ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഈ മാപ്പുകളെ മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ റീമാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിനനുസരിച്ചിട്ട് ഓരോ മാപ്പിനനുസരിച്ചിട്ട് വാഹനത്തിൻ്റെ എൻജിൻ കണ്ടീഷനും വെഹിക്കിളിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റമാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ECM ഇതിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ഏത് സമയത്താണ് ഇഞ്ചക്റ്റ് ചെയ്യേണ്ടത് എന്നത് കൺട്രോൾ ചെയ്യും. അതുമാതിരി തന്നെ എത്ര ടൈം ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ കൂടുതൽ ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതേമാതിരി തന്നെ ഏത് ഫ്യൂവൽ ഇഞ്ചക്ടറും, ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ 4 ഇഞ്ചക്ടർ ഉണ്ടാവും. അതിലിപ്പോൾ രണ്ടാമത്തെ ഇഞ്ചക്ടറിനെ ഇഞ്ചക്ട് ചെയ്യണോ മൂന്നാമത്തെ ഇഞ്ചക്ടറിനെ ഇഞ്ചക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ECM ആണ്. അതായത് രണ്ടാമത്തെ ഇഞ്ചക്ടർ ഇഞ്ചക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇഗ്നീഷൻ നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ സിലിണ്ടറിലായിരിക്കണം. ഓക്കെ, തേർഡ് ഇഞ്ചക്ടറാണ് ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അടുത്ത ഇഗ്നീഷൻ നടക്കാൻ പോകുന്നത് തേർഡ് സിലിണ്ടറിലായിരിക്കണം. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് ECM തീരുമാനമെടുത്തിട്ടാണ് ഇഞ്ചക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ന്യൂട്രലായിട്ട് എൻജിൻ സ്റ്റാർട്ടായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് ഐഡ്ലിംഗ് എന്ന് പറയുന്നത്. അതപ്പോൾ ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് എൻജിൻ ഐഡ്ലിംഗ് ആകുമ്പോൾ എൻജിൻ്റെ ഐഡിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. അതിൽ ഐഡിൽ കൺട്രോൾ വാൽവുകളുണ്ട്. അപ്പോൾ ഐഡിൽ കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മുടെ ത്രോട്ടിൽ വാൽവ് അടഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ഐഡിൽ സ്പീഡിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എയർ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ ECM എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വാഹനം എൻജിൻ ഐഡിലിങ്ങിലാണ് എങ്കിൽ ഐഡിൽ കൺട്രോൾ വാൽവിനെ ഓപ്പൺ ചെയ്ത് നിർത്തുന്നു. ഓപ്പൺ ചെയ്ത് നിർത്തിയിട്ട് സഫിഷ്യൻ്റായിട്ട് എയർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വാഹനത്തിന് ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറാണെന്ന് വിചാരിക്കുക. കാറിൻ്റെ ഇപ്പോൾ ഒരു ഡീസൽ കാറാണെങ്കിൽ ഏകദേശം ഒരു 900 RPM അടുത്ത് എൻജിൻ ഐഡിൽ സ്പീഡ് ഉണ്ടാവും. നമ്മൾ എൻജിൻ്റെ മേലേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. എൻജിൻ്റെ മേലേക്ക് ലോഡ് അപ്ലൈ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ നമ്മളിപ്പോൾ AC ഓൺ ആക്കുന്നു. വണ്ടി നിർത്തിയിട്ട് ന്യൂട്രലിട്ടിരിക്കുന്ന വണ്ടിയിൽ നമ്മൾ AC ഓൺ ആക്കുന്നു. AC ഓൺ ആക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, വാഹനമുള്ളവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക. AC ഓൺ ആക്കുന്ന സമയത്ത് എൻജിൻ സ്പീഡ് പതുക്കൊന്ന് ഉയരുന്നത് കാണാം. എൻജിൻ ഐഡിലിങ്ങിലാണ്. ലോഡായപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐഡിലിങ്ങിലിരിക്കുന്ന ഒരു എൻജിൻ്റെ മേലെ ലോഡ് കൂടുതലാക്കി. അതാണ് AC ഓൺ ആക്കുക എന്നുള്ളത്. ലോഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഐഡിൽ കൺട്രോൾ വാൽവ് ഇല്ല എങ്കിൽ, ഐഡിൽ എയർ കൺട്രോൾ വാൽവ് ഇല്ല എങ്കിൽ എൻജിൻ ഓഫ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ എൻജിൻ കറങ്ങാനുള്ള രീതിയിലുള്ള എയർ സപ്ലൈ മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്തു. ആ സമയത്ത് അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ എൻജിൻ ഓഫ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഐഡിൽ എയർ കൺട്രോൾ വാൽവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ECM എന്ത് ചെയ്യുന്നു, എൻജിൻ്റെ മേലെ ലോഡ് കൂടുതൽ കിട്ടി എന്നുള്ളൊരു ഡാറ്റ എടുത്തിട്ട്, ഇപ്പോൾ AC ഓണാക്കി എന്നുള്ള ഡാറ്റ ആവുമ്പോൾ എൻജിൻ്റെ മേലെ ലോഡ് കൂടി എന്ന് ECM മനസ്സിലാക്കി അതിനനുസരിച്ച് ഐഡിൽ എയർ കൺട്രോൾ വാൽവിനെ കൂടുതൽ ഓപ്പൺ ചെയ്ത് കൂടുതൽ എയർ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ എൻജിൻ്റെ ഐഡിൽ സ്പീഡ് നമ്മൾ ഈ പറഞ്ഞ 900 RPM സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഐഡിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ്, അല്ലെങ്കിൽ ഐഡിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ സിസ്റ്റംസ് എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഐഡിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് MPFI. അതുപോലെ തന്നെ ഫ്യൂവൽ പമ്പിനെ എപ്പോൾ ഓൺ ആക്കണം, എപ്പോൾ ഓഫ് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കുന്നതും ECM തന്നെയാണ്. കാരണം ഫുൾ ടൈം ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്യൂവൽ റെയിലിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രഷർ എപ്പോൾ ഡ്രോപ്പ് ആവുന്നു അതിനനുസരിച്ച് ഫ്യൂവൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ പമ്പിൻ്റെ വർക്ക് വരുന്നത്. അത് ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യേണ്ടി വരുന്ന 3 കണ്ടീഷൻസാണ്. അപ്പോൾ 3 കണ്ടീഷൻസാണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന്, ഫ്യൂവൽ പമ്പ്
ഇഗ്നീഷൻ ഓൺ ആക്കിയതിന് ശേഷം 2 സെക്കൻഡ് വർക്ക് ചെയ്യും. നമ്മൾ ക്രാങ്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇഗ്നീഷൻ കീ ഓൺ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കേൾക്കുന്ന മൂളൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നതാണ്. അത് ഏകദേശം ഒരു 2 സെക്കൻഡോളം വർക്ക് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായ ഫ്യൂല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്, വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാങ്ക് ചെയ്യുമ്പോൾ, എൻജിൻ ക്രാങ്ക് ചെയ്യുമ്പോൾ വീണ്ടും ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ 2 സെക്കൻഡ് പമ്പ് ചെയ്ത് നിർത്തിയ ഫ്യൂല് ഒരൊറ്റ ക്രാങ്കിലോ അല്ലാച്ചെങ്കിൽ 2 ക്രാങ്കിലോ കഴിയും. ബാക്കി വെഹിക്കിൾ നോർമൽ റണ്ണിങ്ങിലേക്ക് എത്തണമെങ്കിൽ ഫ്യൂൽ സപ്ലൈ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഫ്യൂൽ പമ്പിനെ ഓൺ ആക്കും. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിനോ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിനോ ഡാറ്റ കിട്ടുമ്പോൾ, അതായത് ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്നും ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്നും ഡാറ്റ കിട്ടുന്നുണ്ട് എങ്കിൽ എൻജിൻ വർക്കിംഗ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ എൻജിൻ വർക്കിംഗ് ആവണം വെച്ചാൽ നിരന്തരമായ ഫ്യൂൽ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കണ്ടീഷനിലും ഫ്യൂൽ സപ്ലൈ ഓൺ ആക്കിയിരിക്കും. അതുപോലെ തന്നെ ഇഗ്നീഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻജിൻ സ്പീഡിനനുസരിച്ച് ഇഗ്നീഷൻ്റെ ടൈമിങ്ങിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. ഒന്നുകിൽ പോസ്റ്റ് ഇഗ്നീഷൻ അല്ലെങ്കിൽ പ്രീ ഇഗ്നീഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഇഗ്നീഷൻ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്നതും ECM തന്നെയാണ്. അപ്പോൾ ECMനെ എന്താണെന്ന് വെച്ചാൽ എൻജിൻ സ്പീഡിനനുസരിച്ചിട്ടും വെഹിക്കിൾ സ്പീഡിനും എൻജിൻ സ്പീഡിനും എൻജിൻ ലോഡിനും അപേക്ഷിച്ചിട്ട് ഇഗ്നീഷൻ എപ്പോൾ കൊടുക്കണം, അതായത് സ്പാർക്ക് എപ്പോൾ കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് ECM ആണ്. അതുപോലെ തന്നെ നോക്ക് സെൻസർ എന്നുള്ള ഡാറ്റയും കൂടി നോക്കിയിട്ടാണ് ഇഗ്നീഷൻ ടൈമിംഗ് സെറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്തെ ഇഗ്നീഷൻ ടൈമിങ്ങും അതേമാതിരി എൻജിൻ സ്റ്റാർട്ടായതിനു ശേഷമുള്ള ടൈമിങ്ങും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര ടൈം കറണ്ട് ഫ്ലോ, ഈ ഇഗ്നീഷൻ ടൈമിങ് എപ്പോൾ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഗ്നീഷനെ കൺട്രോൾ ചെയ്യുന്നത് ഇഗ്നീഷൻ കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ തന്നെ റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്, റേഡിയേറ്റർ ഫാൻ എപ്പോഴും പുതിയ കാറുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല. അത് വൺസ് നമ്മുടെ AC ഓൺ ആക്കുന്ന സമയങ്ങളൊക്കെ ഫുള്ളായിട്ട് ഓൺ ആവും. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ബൈക്കൊക്കെ ഉള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൽ റേഡിയേറ്റർ ഫാൻ എല്ലാ സമയത്തും വർക്ക് ചെയ്യില്ല. വൺസ് ഈ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ അല്ലാച്ചെങ്കിൽ എൻജിൻ്റെ ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രിയോളം എത്തുമ്പോഴാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ ഓൺ ആവുള്ളൂ. അത് ഈ കൂളൻ ടെമ്പറേച്ചർ സെൻസർ എന്നുള്ള ഡാറ്റ നോക്കിയിട്ട് ആണ് ECM റേഡിയേറ്റർ ഫാൻ ഓൺ ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രിക്കലി, ഇപ്പോൾ പുതിയ റേഡിയേറ്റർ ഫാൻസ് എല്ലാം ഇലക്ട്രിക് മോട്ടോർ കൺട്രോൾഡാണ്. പഴയ മാതിരി എൻജിനെ ഡ്രൈവ് എടുക്കുന്ന റേഡിയേറ്റർ ഫാൻസ് അല്ല. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ ഡ്രിവൺ റേഡിയേറ്റർ ഫാൻസ് ആയതുകൊണ്ട് എൻജിൻ്റെ താപനില ഹൈ ആവുന്ന സമയത്താണ് ECM ഇവയെ ഓൺ ആക്കുന്നത്. എൻജിൻ്റെ താപനില നോർമലി വർക്കിംഗ് കണ്ടീഷനിലേക്ക് താഴേക്ക് കുറഞ്ഞു വരുമ്പോൾ ഈ റേഡിയേറ്റർ ഫാനിനെ ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെയുള്ള കൺട്രോൾ സിസ്റ്റത്തിനെയാണ് റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കൺട്രോൾ സിസ്റ്റംസ് എല്ലാം ചേർന്നതാണ് നമ്മുടെ മൾട്ടി പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് MPFIയുടെ നോട്ട്സ് വരുന്നത്. എല്ലാവരും ഇത് റെക്കോർഡിലേക്ക് എഴുതുക. അതേപോലെ തന്നെ ആ നിമിയുടെ ടെക്സ്റ്റിൽ കാണുന്ന ആ ഫിഗർ വരയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു.